ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഫെബ്രുവരി 1 തൊട്ടിട്ട് 8 വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇനിയും വീഡിയോസ് കാണുന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. കാരണം നമ്മൾ ന്യൂസ് ഉണ്ടാക്കുന്നത് പേപ്പർ നോക്കിയിട്ട് എഴുതിയ ന്യൂസുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓരോ പേപ്പറും വായിച്ച് നോക്കിയിട്ട് അതിന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇടുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ജനുവരിയിലെ ഓരോ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ജനുവരി മാസത്തിലെ ഫുൾ കറണ്ട് അഫയേഴ്സും 2024 മുഴുവൻ കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിലുണ്ട്. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം, ഒട്ടും സമയം കളയരുത്, വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ISRO? അല്ലെ, ISROയുടെ തലപ്പത്ത് മാറ്റം വന്നിരിക്കുകയാണ്. ISROന്റെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ എസ് സോമനാഥ് വിരമിച്ചു. അല്ലെ, ഡോക്ടർ എസ് സോമനാഥ് ആയിരുന്നു ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വിരമിച്ചിട്ട് ഇപ്പോൾ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ വി നാരായണനാണ് കേട്ടോ. ജനുവരി 15 അദ്ദേഹം ചുമതലയേറ്റത്. അപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ പുതിയ ചെയർമാനായിട്ട് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡോക്ടർ വി നാരായണൻ ജനുവരി 15 ചുമതലയേറ്റിട്ടുണ്ട്. തൊട്ടും മുന്നത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ എസ് സോമനാഥ് ആയിരുന്നു അല്ലെ. അദ്ദേഹം വിരമിച്ചു. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം വിരമിച്ചതോടെയാണ് ഡോക്ടർ വി നാരായണൻ ജനുവരി 15 ചുമതലയേറ്റിട്ടുള്ളത്. LPSC ഡയറക്ടർ ആയിരുന്നു കേട്ടോ. അദ്ദേഹം ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി നിയമിച്ചതിന് പിന്നാലെയാണ് ISROയുടെ തലപ്പത്തെത്തുന്നത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിലാണ് നാരായണൻ ISRO ചെയർമാൻ പദവി ഏറ്റെടുത്തത്. 2 വർഷത്തേക്കാണ് കേട്ടോ നിയമനം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നീലക്കാട്ടുവിളൈ സ്വദേശിയാണ് അദ്ദേഹം. ഇസ്രോയുടെ 14ാമത്തെ ചെയർമാനാണ്. അപ്പോൾ ഹു ഈസ് ദ 14th ചെയർമാൻ ഓഫ് ISRO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ വി നാരായണൻ അല്ലെ. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ഓഗസ്റ്റ് 15 ബഹിരാകാശ കേന്ദ്രം സ്ഥാപിച്ചത്. ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവനാണ് ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നമ്മൾ രണ്ടാമത്തെ ചോദ്യം കിടക്കുകയാണ്. ഹു വാസ് അവാർഡഡ് ദ US ഫ്രീഡം മെഡൽ? US ഫ്രീഡം മെഡൽ എന്നും പറയാം, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്നും പറയാം കേട്ടോ. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഈ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ US ഫ്രീഡം മെഡൽ എന്ന് പറയുന്നത്. അത് റിസീവ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ആർക്കാണ് ഈ അവാർഡ് സമ്മാനിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ ആർക്കാണ്? റൈറ്റ് ആൻസർ ഈസ് പോപ്പ് ഫ്രാൻസിസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ആയിട്ടുള്ള പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സ്ഥാനം ഒഴിഞ്ഞ US പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ തന്നെയാണ് മെഡൽ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളിൽ സവിശേഷ സേവനത്തിനുള്ള പ്രസിഡന്റ് ഫ്രീഡം മെഡലിന് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലറി ക്ലിന്റൺ, ഷെഫ് ജോസ് ആന്ദ്രെ, പരിസ്ഥിതി പ്രവർത്തക ജെയിൻ ഗുഡാൾ എന്നിവരും അർഹരായിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. ഹു ഈസ് എ മലയാളി പ്ലെയർ ഹു സ്കോർഡ് ദ വേൾഡ് റെക്കോർഡ് ഫോർ മോസ്റ്റ് റൺസ് വിതൗട്ട് ഗെറ്റിംഗ് ഔട്ട് ഇൻ ലിസ്റ്റ് A ക്രിക്കറ്റ്? അതായത് ലിസ്റ്റ് A ക്രിക്കറ്റിൽ പുറത്താകാതെ കൂടുതൽ റൺസ് എന്ന ലോക റെക്കോർഡ് നേടിയ മലയാളി താരം ആരാണ് എന്നാണ് ചോദ്യം. ലിസ്റ്റ് A ക്രിക്കറ്റിൽ പുറത്താകാതെ കൂടുതൽ റൺസ് എന്ന ലോക റെക്കോർഡ് നേടിയ മലയാളി താരം ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് കരുൺ നായർ. ഓക്കെ. വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ 5 മത്സരങ്ങളിൽ നിന്നും പുറത്താകാതെ 542 റൺസ് നേടിയതോടെയാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായിട്ടുള്ള കരുൺ ചരിത്രം കുറിച്ചിരിക്കുന്നത്. 542 റൺസ് പുറത്താകാതെ. 2010 പുറത്താകാതെ 527 റൺസ് നേടിയ ന്യൂസിലൻഡ് താരം ജെയിംസ് ഫ്രാങ്ക്ലിന്റെ റെക്കോർഡാണ് ആര് തകർത്തത്? മലയാളിയായിട്ടുള്ള കരുൺ നായർ തകർത്തത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഹു ഈസ് ദ ന്യൂ സെക്രട്ടറി ഓഫ് BCCI? അതായത് എന്താണ് BCCIന്റെ ഫുൾ ഫോം? എന്താണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അല്ലെ, BCCI. BCCIയുടെ പുതിയ സെക്രട്ടറി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദേവജിത്ത് സൈക്കിയ. BCCI എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ എന്ത് പറയും? ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രക സംഘടന അല്ലെ. അതിന്റെ പുതിയ സെക്രട്ടറി ആയിട്ട് ദേവജിത്ത് സൈക്കിയെ എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള ജയ്ഷായുടെ പിൻഗാമിയായാണ് മുൻ
ആഭ്യന്തര ക്രിക്കറ്റ് താരം കൂടിയായിട്ടുള്ള ദേവജിത് സൈക്കിയ സെക്രട്ടറി പദവിയിൽ എത്തുന്നത്. BCCI ട്രഷറർ സ്ഥാനത്തേക്ക് ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രഭജയ് സിംഗ് ഭാട്ടിയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ ഫോർത്ത് കൺട്രി ടു അച്ചീവ് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി? എന്താണ് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു സ്പേസ് ക്രാഫ്റ്റ് ടുഗദർ. രണ്ട് സ്പേസ് ക്രാഫ്റ്റിന് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഫോർ ഫ്യൂച്ചർ സ്പേസ് മിഷൻ, അല്ലേ? അപ്പോൾ നാലാമത്തെ രാജ്യം, അതായത് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ നാലാമത്തെ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ 4ാം രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കും. ബാക്കിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, US, ചൈന എന്നിവയാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ, അല്ലേ? റഷ്യ, US, ചൈന, 4ാമത്തെ നമ്മുടെ ഇന്ത്യയും. ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി സ്പേസ് ഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ISRO വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. PSLV-C-60 റോക്കറ്റ് ഉപയോഗിച്ച് ഡിസംബർ 30 ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് 2 ഉപഗ്രഹങ്ങളെയാണ് ജനുവരി 16 ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്തത്. നമ്മൾ പറഞ്ഞു 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു. അതിനെ പറയുന്ന ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്? സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് പ്രോസസ് ഓഫ് ജോയിനിങ് ടു സ്പേസ് ക്രാഫ്റ്റ് ടുഗദർ. ഓക്കെ, അത് നടത്തുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, US, ചൈന എന്നിവയാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ, അല്ലേ? അടുത്തത്, ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് AFI? AFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അല്ലേ? AFIയുടെ ചെയർപേഴ്സൺ ആരാണ്? ഫുൾ സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, അല്ലേ? BCCIയുടെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു. AFIയുടെ ചെയർപേഴ്സൺ ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ് കേട്ടോ. അധ്യക്ഷയായിട്ട്, അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. 2 വട്ടം ഒളിമ്പിക് മെഡൽ നേടിയ നീരജ് ചോപ്ര, സ്റ്റീപ്പിൾ ചെസ് താരം അവിനാഷ് സബ്ലെ ഉൾപ്പെടെ 9 അംഗങ്ങൾ ഉൾപ്പെടുന്ന സമിതിയെ അഞ്ജു ആണ് നയിക്കാൻ പോകുന്നത്. കമ്മീഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 6 വനിതകളിൽ മലയാളി ഒളിമ്പ്യൻ MD വത്സമയും ഉണ്ട്. AFIയുടെ സീനിയർ വൈസ് പ്രസിഡന്റായിട്ടും അഞ്ജുവിനെ തെരഞ്ഞെടുത്തിരുന്നു. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ഹൂ ഈസ് നൗൺ ആസ് ദ ഗോൾഡൻ ബോയ് ഓഫ് കാനഡാസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി? അതായത് കാനഡയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഇയാൾ ആരാണ് എന്നാണ് ചോദ്യം. നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് കാണുന്നവർക്ക്, നമ്മുടെ ചാനൽ നോക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതാരാണ്. കാനഡയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചതാണ്. എന്താണ്? ജനപ്രീതി നഷ്ടമായി എന്നൊരു റീസൺ കാരണം കാനഡയുടെ പ്രധാനമന്ത്രി പദവിയും പാർട്ടി നേതൃസ്ഥാനവും രാജിവെച്ച വ്യക്തിയാണ് ഗോൾഡൻ ബോയ് ഓഫ് കാനഡാസ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്നറിയപ്പെടുന്നത്. കാനഡയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്നത് അവിടുത്തെ ഇപ്പോൾ രാജിവെച്ചിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള ആരായിരുന്നു? ജസ്റ്റിൻ ട്രൂഡോ. ഓക്കെ, കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി കനേഡിയൻ രാഷ്ട്രീയ രംഗത്തെ ചൂട് പിടിപ്പിക്കുകയാണ്. രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലും ജനപ്രീതി ഇടിഞ്ഞതോടെ 9 വർഷം നീണ്ടുനിന്ന ഭരണത്തിന് വിരാമമിട്ട് ട്രൂഡോ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി പദത്തിനൊപ്പം ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും സ്വയം ഒഴിഞ്ഞ 53കാരൻ പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കും വരെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് തുടരാനാണ് തീരുമാനം. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും രാജ്യം നേരിടുന്ന വെല്ലുവിളിയും ജനങ്ങൾക്കുണ്ടാക്കിയ കടുത്ത സംതൃപ്തിയാണ് അപ്രതീക്ഷിത രാജിയിലേക്ക് നയിച്ചത്. 338 അംഗ പാർലമെന്റിൽ 184 സീറ്റ് മാത്രമുള്ള ട്രൂഡോയുടെ ലിബറൽ പാർട്ടി കഴിഞ്ഞ 3 വർഷത്തോളമായി കാനഡ ഭരിച്ചത് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ, അതായത് NDP എന്ന പാർട്ടിയുടെ 24 MPമാരുടെ പിന്തുണയോടെയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ജഗ്മീത് സിംഗ് എന്ന സിഖുകാരൻ നയിക്കുന്ന NDP പിന്തുണ പിൻവലിച്ചതോടെ ട്രൂഡോയുടേത് ന്യൂനപക്ഷ സർക്കാരായിട്ട് തീർന്നു. വിലക്കയറ്റം തടയാനും പാർപ്പിടക്ഷാമം പരിഹരിക്കാനും കഴിയാതെ ആയതോടെ ജനസമ്മതി ഇടിയുന്നതായി സർവേകളിൽ വ്യക്തമായിരുന്നു. മോൾട്രിയോൺ ഉപതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി പരാജയപ്പെടുത്തും ട്രൂഡോയ്ക്ക് തിരിച്ചടിയായി. ഖലിസ്ഥാൻ ഭീകരവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡയും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അടുത്തിടെ ഭയങ്കര പ്രശ്നമായിരുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെ കാനഡയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന
അദ്ദേഹം പ്രധാനമന്ത്രി പിയർ ട്രൂഡോയുടെയും മാർഗരറ്റിന്റെയും മൂത്ത മകനായിട്ട് 1971 ഒരു ക്രിസ്തുമസ് ദിനത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മക്കിൽ സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ ഉന്നത ബിരുദവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. പിന്നീടാണ് പിതാവിന്റെ പാതയിൽ രാഷ്ട്രീയ പ്രവേശനം നടന്നത്. 2015 കാനഡയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിലേറി. 2015 കാനഡയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പ്രധാനമന്ത്രി. 9 വർഷമായിട്ട് അധികാരത്തിലുണ്ടായിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പറെ അട്ടിമറിച്ചാണ് യുവ നേതാവായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ 2015 അപ്രതീക്ഷിത ജയം നേടിയത്. TV അവതാരകയും സാമൂഹിക പ്രവർത്തകയുമായിട്ടുള്ള സോഫി ആയിരുന്നു ട്രൂഡോയുടെ ജീവിത പങ്കാളി. 2023 ഇരുവരും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിവാഹമോചനവും പ്രഖ്യാപിച്ചിരുന്നു. 1968 ട്രൂഡോമാനിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനതരംഗത്തിലേറിയാണ് പിയർ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രിയായത്. പിയർ ട്രൂഡോ എന്ന് പറഞ്ഞാൽ ആരാണ്? ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് അല്ലെ. 1972 കാനഡ സന്ദർശിച്ച US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ വിരുന്നിനിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഈ സന്ദർഭത്തിൽ ഞാൻ കാനഡയുടെ ഭാവി പ്രധാനമന്ത്രി ജസ്റ്റിൻ പിയർ ട്രൂഡോയെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിക്സന്റെ വാക്കുകൾ ശരിവെച്ചിട്ടാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയും 2015 പ്രചാരണ കാലത്ത് പിതാവിന് സമാനമായ തരംഗം സൃഷ്ടിച്ചത്. അദ്ദേഹത്തിനൊപ്പം ചേർന്ന് സെൽഫി എടുക്കാൻ ചെറുപ്പക്കാർക്കിടയിൽ മത്സരം തന്നെയായിരുന്നു അന്ന്. പക്ഷെ 15 വർഷം കാനഡയുടെ പ്രധാനമന്ത്രിയായിരുന്ന പിയർ ട്രൂഡോ നിലനിർത്തിയ പ്രതിച്ഛായ നിലനിർത്താനാകാതെ ജനപ്രീതിയിൽ കുത്തനെ ഇടിഞ്ഞാണ് 10 വർഷത്തിനരികെ ജസ്റ്റിൻ ട്രൂഡോയുടെ പടിയിറക്കം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, 8ാമത്തെ ചോദ്യമാണ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ്? ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ്, അതായത് എന്താണ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് എന്നാണ് ചോദ്യം. ഇത് കറണ്ട് അഫയേഴ്സിൽ വരാൻ എന്താണ് കാരണം? ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ കറണ്ട് അഫയേഴ്സിൽ വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതോടെ ഏറ്റവും അധികം ആകാംക്ഷ പടരുന്നത് ഈ ദ്വീപിനെ കുറിച്ചിട്ടാണ്. ഗ്രീൻലാൻഡ് കേട്ടോ. ഗ്രീൻലാൻഡ് ഈസ് ദ ലാർജസ്റ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ്. കാര്യം എന്താണ്, ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണല്ലോ ഗ്രീൻലാൻഡ്. അത് അമേരിക്കയോട് കൂട്ടിച്ചേർക്കാനുള്ള ആഗ്രഹം ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹം ഗ്രീൻലാൻഡ് വിട്ടുകൊടുക്കില്ലെന്നാണ് ഡെൻമാർക്ക് പറയുന്നത്. സ്വയം ഭരണവാദം ശക്തമാക്കിയിരിക്കുകയാണ് തദ്ദേശീയ. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡ് പ്രത്യേകത എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യപൂർവ ധാതുക്കളുടെയും എണ്ണ പ്രകൃതിവാതകത്തിൻ്റെയും ഇനിയും ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന വമ്പൻ നിക്ഷേപമാണ് എവിടെയുള്ളത്? ഗ്രീൻലാൻഡിലുള്ളത്. അതുതന്നെയാണ് ട്രംപിൻ്റെ കണ്ണ് പതിയാൻ ഇടയാക്കിയത്. യുറേനിയം, ഇരുമ്പയിര്, സിങ്ക്, ചെമ്പ്, സ്വർണം എന്നിവയുടെ വൻ നിക്ഷേപമാണ് ഗ്രീൻലാൻഡിൽ. സെമി കണ്ടക്ടറുകൾ മുതൽ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ നിർമ്മാണത്തിന് വരെ അമേരിക്കയ്ക്ക് ഈ ധാതുക്കൾ ആവശ്യമുള്ളവയാണ്. ഇവയിൽ പലതും ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് അമേരിക്ക ചെയ്യുന്നത്. എന്നാൽ ഗ്രീൻലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇറക്കുമതി അവർക്ക് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. അത് മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ്, ട്രംപ് ഭരണത്തിൽ കയറാൻ പോവുകയാണല്ലോ. അങ്ങനെ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു പ്രോബബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിരോധനം വരും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ യുറേനിയം, ഇരുമ്പയിര്, സിങ്ക്, ചെമ്പ്, സ്വർണം ഈ സാധനങ്ങളുടെയൊക്കെ ഇമ്പോർട്ടിങ് അങ്ങോട്ട് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക എന്ത് ചെയ്യും? അതുകൊണ്ടാണ് മുൻകൂറായിട്ട് ഗ്രീൻലാൻഡ് വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹം അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ. അത് മുൻകൂട്ടി കണ്ടാണ് അവിടെ ട്രംപിൻ്റെ ആഗ്രഹം അല്ലേ. ആർട്ടിക് മേഖലയിലെ പ്രകൃതി വിഭവങ്ങളുടെയും വ്യാപാര പാതകളുടെയും മേൽ നിയന്ത്രണം സ്ഥാപിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് വേണം. റഷ്യയും ചൈനയും ആർട്ടിക്കിലെ സാന്നിധ്യം ശക്തിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. US സ്ഥിരം സൈനിക താവളം ഇപ്പോൾ തന്നെ ഗ്രീൻലാൻഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഡെൻമാർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം 200 വർഷത്തിലേറെയായിട്ട് ഡെൻമാർക്കിന് കീഴിലാണ് ഗ്രീൻലാൻഡ്. എങ്കിലും 2019 ഭാഗിക സ്വയംഭരണം ഈ ദ്വീപ് രാഷ്ട്രത്തിന് ലഭിച്ചിരുന്നു. ആഭ്യന്തര വിഷയങ്ങൾ ലഭിച്ച സ്വാതന്ത്ര്യം മാത്രം പോരതും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നുള്ള ചിന്താഗതിക്കാരാണ് ഭൂരിപക്ഷം ഗ്രീൻലാൻഡുകാരും. ഗ്രീൻലാൻഡിന്മേലുള്ള താല്പര്യം ട്രംപ് വെളിപ്പെടുത്തിയ ഉടൻ ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ ഫെഡറിക്സൺ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും ഗ്രീൻലാൻഡിന്റെ ഭാവി അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഗ്രീൻലാൻഡ് നേതാവ് മ്യൂട്ട് എക്കഡയുടെ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായിട്ട് അവർ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീൻലാൻഡിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തോട് ചേർന്നാണ് സ്ഥാനമെങ്കിലും യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഡെൻമാർക്കിന് കീഴിലെ സ്വയംഭരണ പ്രവിശ്യയാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്.
നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഇത് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞു. അതിന്റെ ചതുരശ്ര കിലോമീറ്റർ എന്ന് പറഞ്ഞ എത്രയാണെന്ന് പറയും, 21,66,86 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗ്രീൻലാൻഡിന് വടക്ക് നിന്ന് തെക്ക് വരെ 2,670 കിലോമീറ്റർ നീളമാണുള്ളത്. കരയുടെ 80% ഐസ് മൂടിക്കിടക്കുകയാണ്. വർഷത്തിൽ 2 മാസം മാത്രമേ തുടർച്ചയായിട്ട് സൂര്യപ്രകാശം അവിടെ ലഭിക്കുകയുള്ളൂ. വർഷത്തിൽ 2 മാസം 2 മാസം മാത്രമാണ് തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഗ്രീൻലാൻഡിൽ കിട്ടുകയുള്ളൂ. അവിടുത്തെ ഉയർന്ന താപനില എന്ന് പറയുന്നത് തന്നെ 4 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. കുറഞ്ഞ താപനില -34 -34 അവിടുത്തെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത്. ഉയർന്ന താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. 55,000 മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. $3 ബില്യൺ താരതമ്യേന ചെറിയ സമ്പദ് വ്യവസ്ഥയാണ് ഗ്രീൻലാൻഡിൻ്റെത്. വർഷം തോറും $60 കോടി സബ്സിഡി ആയിട്ട് ഡെൻമാർക്ക് അവിടെ നൽകുന്നുണ്ട്. മത്സ്യബന്ധനമാണ് സമ്പദ് വ്യവസ്ഥയിൽ 98% സംഭാവന ചെയ്യുന്നത്. ജനസംഖ്യയുടെ 4/1 തലസ്ഥാനമായിട്ടുള്ള നൂക്കിലാണ്. അതായത് ഗ്രീൻലാൻഡ് തലസ്ഥാനം എന്ന് പറയുന്നത് നൂക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ഹു വോൺ ദ ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻ സിംഗിൾസ് ടൈറ്റിൽ ഇൻ 2025? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് യാനിക് സിന്നർ. അല്ലെ, ഓസ്ട്രേലിയൻ ഓപ്പണിൽ തുടർച്ചയായിട്ട് 2ാം തവണയാണ് യാനിക് സിന്നർ വിജയിയാകുന്നത്. 2024 അദ്ദേഹം തന്നെയായിരുന്നു, 2025 അല്ലെ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് സിന്നർ കിരീടം നേടിയത്. 3 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ ആദ്യ ഇറ്റാലിയൻ താരം കൂടിയാണ് യാനിക് സിന്നർ. അത് ശ്രദ്ധിക്കുക, 3 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ ആദ്യ ഇറ്റാലിയൻ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതും യാനിക് സിന്നർ തന്നെയാണ്. വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? മാഡിസൺ കീസ് ആണ്. നിലവിലെ ചാമ്പ്യൻ ആരായിരുന്നു? 1ാം ലോക നമ്പർ താരമായിട്ടുള്ള ആര്യാന സബലെങ്കി ആയിരുന്നു. സബലെങ്കിയെ അട്ടിമറിച്ച് US താരം മാഡിസൺ കീസ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടി. അല്ലേ, അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് വാസ് സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ 5th നാഷണൽ വാട്ടർ അവാർഡ്? അതായത് 5ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. 5ാമത് ദേശീയ ജല പുരസ്കാരത്തിൽ അല്ലെ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഒഡീഷ. ജൽശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ജലവിഭവം, നദീവികസനം, ഗംഗാ പുനരുജ്ജീവന വകുപ്പാണ് ദേശീയ ജല പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന വിഭാഗത്തിൽ മികച്ച ജലവിഭവ പരിപാലനത്തിനും സുസ്ഥിരതയിലും അസാധാരണമായ പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് ഒഡീഷയ്ക്ക് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 2ാം സ്ഥാനം ആർക്കാണ്? ഉത്തർപ്രദേശിനാണ് 2ാം സ്ഥാനം. ഗുജറാത്തും പുതുച്ചേരിയും 3ാം സ്ഥാനം നേടിയിട്ടുണ്ട്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. അപ്പൊ ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്ത് കേരളത്തിലാണ് അല്ലെ. മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ്. ഒഡീഷ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അല്ലെ ഒഡീഷ. ഇന്ത്യയുടെ ഹൃദയം അപ്പോൾ ഏതാണ്? മധ്യപ്രദേശാണ് അല്ലെ. പ്രാചീന കാലത്ത് കലിംഗ, ഉത്കല എന്നീ പേരുകൾ അറിയപ്പെട്ട സംസ്ഥാനമാണ്. വൈദ്യുതി ഉൽപാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഒഡീഷ തന്നെയാണ്. പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനമാണ്. ഏറ്റവും അധികം മാംഗനീസ് ഉൽപ്പാദിച്ചിരിക്കുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അല്ലെ. പ്രശസ്തമായിട്ടുള്ള കലിംഗ യുദ്ധം നടന്ന സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് പ്രാചീന കാലത്ത് കലിംഗ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത്. രൂപീകരിച്ച വർഷം 1956 നവംബർ 1 തലസ്ഥാനം ഭുവനേശ്വരാണ്. സംസ്ഥാന മൃഗം സംബാർ, സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളർ, സംസ്ഥാന പുഷ്പം താമരയാണ് അല്ലെ. പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ്. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സംസ്ഥാനവും ഏതാണ്? ഒഡീഷ തന്നെയാണ്. ഒഡീഷയുടെ തലസ്ഥാന നഗരം ഏതാണെന്നാണ് പറഞ്ഞത്? ഭുവനേശ്വരാണ് അല്ലെ. ഭുവനേശ്വർ നമ്മൾ ക്ഷേത്ര നഗരം അല്ലെങ്കിൽ കത്തീഡ്രൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഭുവനേശ്വർ. ഒഡീഷയിലെ തന്നെ ഏറ്റവും വലിയ നഗരം ഭുവനേശ്വർ തന്നെയാണ്. പൂർവ്വതീര റെയിൽവേ ഉണ്ടല്ലോ, അതായത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ഭുവനേശ്വർ തന്നെയാണ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വരാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിന്റെ ആസ്ഥാനം ഭുവനേശ്വർ തന്നെയാണ്. ഒഡീഷ സ്റ്റേറ്റ് മ്യൂസിയം, ഉൽക്കൽ യൂണിവേഴ്സിറ്റി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭുവനേശ്വറിലാണ്. ഒഡീഷയിലാണ് കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം, അത് ഒഡീഷയാണ്. കന്നുകാലികൾക്കായിട്ട് രക്തബാങ്ക് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം അത് ഏതാണ്? ഒഡീഷയാണ്. അതുപോലെ തന്നെ അവിടുത്തെ പ്രശസ്തമായ ഒരു പദ്ധതിയാണ് ഖുഷി പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായിട്ട് സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഖുഷി പദ്ധതി. അത് ആരംഭിച്ച സംസ്ഥാനം അത് ഏതാണ്? ഒഡീഷയാണ് അല്ലേ.
ഒഡീഷയുടെ ആദ്യകാല തലസ്ഥാനം കട്ടക്കായിരുന്നു. പിന്നീടാണത് ഭുവനേശ്വറിലേക്ക് മാറിയത്. ഇപ്പോൾ കട്ടക്ക് നിയമ തലസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഒഡീഷയുടെ നിയമ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടക്കാണ്. മിലേനിയം സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് കേട്ടോ കട്ടക്ക്. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നഗരം അത് എവിടെയാണ്? കട്ടക്കിലാണ്. കട്ടക്കിന് വേറൊരു പ്രത്യേകത എന്താണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലമാണ് ഇത് കട്ടക്ക് എന്ന് പറയുന്നത്. കട്ടക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? മഹാനദിയാണ്. ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? ഒരെണ്ണം കട്ടക്കും ഒരെണ്ണം ഭുവനേശ്വരും അല്ലെ, ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.